ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹിഷ്ണുതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. എം.ജി. രാധാകൃഷ്ണൻ അവാച്യമായ സംഗീതത്തിൻ്റെ നെറുകയിൽ ലളിതസാന്ദ്രമായ സ്വരസ്ഥാനങ്ങളുടെ ഇഴകൾ ചേർത്ത് ശുദ്ധസംഗീതത്തിൻ്റെ ദേവനാദങ്ങളിൽ ഞങ്ങളെ നിർവൃതിയിലലിയിപ്പിച്ച ദേവാങ്കണമേ, അങ്ങയ്ക്ക് പ്രണാമം. പ്രാണവായു പോലെ അങ്ങു ശ്വസിച്ച സംഗീതത്തിൻ്റെ സങ്കല്പങ്ങളും സൃഷ്ടിചാതുര്യവും ഈ അധ്യായത്തിലെ വരികൾ കൊണ്ട് ചിട്ടപ്പെടുത്തുവാനാവില്ല എങ്കിലും അങ്ങയുടെ സംഗീത സബരിയുടെ മധുരമുള്ള ഈണങ്ങളിലേക്ക് ഒരു പിടി ഓർമ്മകളുമായി. ഈ മുറിയുടെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓരോ ശ്വാസത്തിലും ആത്മപ്രചോദിതമായ സംഗീതത്തിൻ്റെ ജീവനുണ്ട്. താളത്തിൻ്റെ ഗണിതവും സ്വരത്തിൻ്റെ പ്രാണനും ചേർന്ന ശുദ്ധസംഗീതത്തിൻ്റെ മധുരമായ ഈണങ്ങൾ ആ മാന്ത്രിക വിരലുകളിൽ നിന്ന് വഴുതി വീണത് അധികവും ഇവിടെ തന്നെയാണ്. എം.ജി. രാധാകൃഷ്ണൻ എന്ന
അതുല്യനായ സംഗീത പ്രതിഭയുടെ മാന്ത്രിക സ്പർശമേറ്റ ഈ വാദ്യോപകരണങ്ങൾ ഓർമ്മകളുടെ തമ്പുരുമീട്ടി ഈണങ്ങൾ പൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു കാലപ്രവാഹത്തിൻ്റെ ആ നാദവിസ്മയങ്ങളിലേക്ക്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് എന്ന സ്ഥലത്ത് ഗോപാലൻ നായരുടെയും കമലാക്ഷിയമ്മയുടെയും മകനായിട്ടാണ് രാധാകൃഷ്ണന്റെ ജനനം. പിറന്ന വീട്ടിൽ നിന്ന് തന്നെ സംഗീതത്തിൻ്റെ ഈരടികൾ കേട്ടുവളർന്ന രാധാകൃഷ്ണന്റെ ജന്മനിയോഗവും സംഗീതത്തെ സ്നേഹിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ആലപ്പുഴ ST കോളേജിലെ പഠനശേഷം തിരുവനന്തപുരം സ്വാതിനാൾ മ്യൂസിക് അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണം പാസായി. കർണാടക സംഗീതത്തിൻ്റെ ചിട്ടയായ പഠനങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സംഗീത വൈഭവം നിരവധി കച്ചേരികളിലൂടെ നിറഞ്ഞുനിന്നു. ആയിരത്തി 1962 തിരുവനന്തപുരം ആകാശവാണിയിൽ സംഗീത സംവിധായകനായി അരങ്ങേറിയതു മുതൽ നിരവധി ലളിതഗാനങ്ങളിലൂടെ ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടി. ഘനശ്യാമ സന്ധ്യാഹൃദയം, ഘനശ്യാമ സന്ധ്യാഹൃദയം, ഓടക്കുഴൽവിളി, അഷ്ടപതിലയം, അഷ്ടപതിലയം, തുള്ളിത്തുളുമ്പുന്ന എന്നീ സുന്ദരമായ ജനപ്രിയ ലളിതഗാനങ്ങൾ മലയാളിക്ക് ഒരു കാലത്തും മറക്കാനാവാത്ത അനുഭവമായി മാറി. അഷ്ടപതിലയം, തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്ത്തിരി കത്തുന്ന കൽവിളക്കും ചാരി നിർധനൻ ഞാൻ മിഴിപൂട്ടി നിന്നു. ഞാൻ എല്ലാം വളരെ 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 വ്യക്തമായിട്ട് ഓർക്കുന്നുമുണ്ട്. ഞാൻ വളരെയധികം അച്ഛനെ ഞാൻ മിസ് ചെയ്യുന്നുമുണ്ട്. കാരണം അച്ഛൻ്റെ കൂടെ കച്ചേരിക്ക് പോയത് സ്ഥിരമായി പോകുമായിരുന്നു. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത്, ഞാൻ കുറേ നേരം സ്റ്റേജിൽ പോയിരിക്കും, എന്നിട്ട് ഞാൻ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ പോയിരിക്കും, എന്താണ് അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പോകുന്നത് പ്രധാനമായിട്ടും അച്ഛൻ്റെ ലളിതഗാനം കേൾക്കാനാണ്. കച്ചേരി കേൾക്കുക, ക്ലാസിക്കൽ കൺസേർട്ട് കേൾക്കുക എന്നുള്ളതിനേക്കാളും അച്ഛൻ പാടുന്ന സമയത്ത് ഒരു അച്ഛൻ്റെ ഒരു രീതിയുണ്ട്. കുറേ മെയിൻ ക്ലാസിക്കൽ മ്യൂസിക് സെക്ഷൻ മുഴുവൻ പാടിയതിന് ശേഷം അച്ഛൻ്റെ തന്നെ ലളിതഗാനങ്ങൾ പാടും. അതൊരു ഒരു ക്ലാസിക്കൽ സ്റ്റൈലിൽ ഒരു മൃദംഗം, ഗഞ്ചിറ, വയലിൻ, ആ ഒരു ക്ലാസിക്കൽ മൂഡോടുകൂടി ആ ലൈറ്റ് മ്യൂസിക് കേൾക്കാനുള്ളൊരു രസം അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ കച്ചേരിയും മുടങ്ങാതെ പോകുന്നത്. അപ്പോൾ അച്ഛൻ പാടുന്ന ഓരോ കച്ചേരിക്ക് പാടുന്നതും പല മനോധർമ്മത്തിലൊക്കെ പുതിയ സംഭവങ്ങളൊക്കെ പാടും. അത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ലളിതഗാനങ്ങൾ എന്തുമാത്രം വലുതായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് കച്ചേരി സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ്. കാരണം ആ കച്ചേരി സദസ്സിലിരിക്കുന്ന 80% ആൾക്കാരും അച്ഛൻ്റെ ലളിതഗാനം കേൾക്കാനാണ് വരുന്നത്. സിനിമ കമ്പോസിങ്ങിൻ്റെ സമയത്തും ഞാൻ അച്ഛൻ്റെ കൂടെ പോകാറുണ്ട്. അത് കൂടുതലും എനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന അച്ഛൻ്റെ ഒരു എവർഗ്രീൻ ഒരു പാട്ടുകളുടെ കമ്പോസിങ്ങിൻ്റെ സമയമാണ്. അത് കുറേ പാട്ടുകൾ കമ്പോസിങ് നടന്ന് ഇവിടെ ഈ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ്. പിന്നെ 1-2 പാട്ടുകൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നടന്നത് ചെന്നൈയിലാണ്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചെന്നൈ വിസിറ്റ്. ഞാൻ അച്ഛൻ്റെ കൂടെ ആദ്യമായിട്ട് ചെന്നൈയിൽ പോകുന്നത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെനിക്ക് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളാണ് ചെന്നൈ എനിക്ക് സമ്മാനിച്ചത്. അവസാനം ആ ചെന്നൈയിൽ തന്നെ ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന എൻ്റെ കുടുംബമായി മഞ്ജു, എൻ്റെ ഭാര്യ, എൻ്റെ മകൾ ഗൗരി പാർവതി, ഞങ്ങൾ ഇപ്പോൾ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്.
എല്ലാം ഓരോന്നും എനിക്ക് എല്ലാ ഓർമ്മകളെല്ലാം അച്ഛനുമായിട്ട് മിക്സ് ചെയ്തേ എനിക്കുണ്ടാവാറുള്ളൂ. പിന്നെ എൻ്റെ ആദ്യത്തെ അവാർഡ് എനിക്കൊരു സിനിമയ്ക്കകത്ത് ഏറ്റവും ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത് അനന്തഭദ്രം എന്ന് പറഞ്ഞ ചിത്രത്തിനാണ്. അതും മറക്കാനാവാത്തത് ഒരു അനുഭവമായി മാറിയത് അച്ഛൻ കാരണം തന്നെയാണ്. കാരണം അതിൻ്റെ അകത്ത് അച്ഛനായിരുന്നു മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരുന്നത്. അത് അച്ഛനും എനിക്കും കൂടെ ഒരു സ്റ്റേജിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ പറ്റി എന്നുള്ളത് മറ്റൊരു അനുഭവം. അങ്ങനെ 1000 അനുഭവങ്ങൾ. അരവിന്ദന്റെ തമ്പ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന MG രാധാകൃഷ്ണൻ ഭരതന്റെ തകര, ആരവം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി. 1982 ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിനു വേണ്ടി സത്യൻ അന്തിക്കാട് രചിച്ച ഓ മൃദുലേ എന്ന ഗാനത്തിന് ഈണമിട്ടുകൊണ്ട് അദ്ദേഹം അതിപ്രശസ്തനായി. മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ പിരിയുവാനാകുമോ തമ്മിൽ. MG സംഗീത സംവിധാനം നിർവഹിച്ച ജാലകം എന്ന സിനിമയിലെ ഒരു ദളം മാത്രം, ദേവാസുരത്തിലെ സൂര്യകിരീടം, മണിച്ചിത്രത്താഴിലെ പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ അനന്തഭദ്രത്തിലെ തിരനുരയും ചുരുൾമുടിയിൽ എന്നിങ്ങനെയുള്ള പ്രശസ്ത ഗാനങ്ങൾ മലയാള സിനിമാ ഗാനശേഖരങ്ങളുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടു. സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം. സംഗീതത്തിന്റെ വിരാജിത ലോകത്ത് ആദ്യം മുതൽ തന്നെ മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. കറയറ്റ ആ സ്നേഹബന്ധത്തിൽ നിന്നും മുത്തുപോലെ അടർന്നു വീണ കുറെ നല്ല ഗാനങ്ങൾ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായി മാറി. സംഗീതത്തിന്റെ ലാളിത്യസുന്ദരമായ ഭാവങ്ങൾ പോലെ തന്നെ കുറെ സുഹൃത്ത് ബന്ധങ്ങളും MGയുടെ ജീവിതചര്യയുടെ ഭാഗമായി തീർന്നു. MGയുടെ ജീവിത സംഗീത സൗന്ദര്യത്തിന്റെ സഞ്ചാരപഥങ്ങളിൽ സ്വരലയ താളങ്ങളുടെ സഹയാത്രികയായി അദ്ദേഹത്തിന്റെ പ്രിയ പത്നി എന്നുമുണ്ടായിരുന്നു. ഓർമ്മകൾക്കെന്ത് സുഗന്ധം, എന്നാത്മാവിൻ നഷ്ടസുഗന്ധം. ONV സാറിൻ്റെ വരികളാണിത്. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വരികൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. സുഗന്ധമുള്ള ഓർമ്മകൾ, നമുക്ക് ഓർമ്മകൾ എല്ലാവർക്കും നല്ലതും ചീത്തയായിട്ടുള്ള ഓർമ്മകളുണ്ടാവും, കൈപ്പേറിയതും മധുരമുള്ളതും ഒക്കെ ഓർമ്മകളുണ്ടാവും. കൂടുതൽ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന എപ്പോഴും നല്ല മധുരമുള്ള ഓർമ്മകളാണ്. ശരിക്കും ഞാനും ചേട്ടനും കൂടെ 35 വർഷം ഒന്നിച്ച് ജീവിച്ചു. 35 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലയളവാണ് എന്ന് പലർക്കും തോന്നാം. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു ഞൊടി പോലെ അങ്ങ് പോയി എന്നാണ്. ഒരു ഞൊടി പോലെ. സത്യത്തിൽ നമുക്ക് ഇപ്പോൾ പലപ്പോഴും തോന്നുന്നു നമുക്ക് അത്രയും ജീവിച്ചത് മതിയായില്ല എന്ന് പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പല സമയത്തും തോന്നാറുണ്ട്. കാരണം ചേട്ടനെപ്പോലെ ഒരാൾ എനിക്ക് പല സന്ദർഭങ്ങളിലും വയ്യാതൊക്കെ ആവുന്ന സമയത്തൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, അങ്ങനെ ഒരു വേർപാട് ഉണ്ടായി ഞാനിത് എങ്ങനെ താങ്ങും, എങ്ങനെ സഹിക്കും, എന്നെക്കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ഞാൻ ആ സമയത്ത് ഒക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ
ഓർത്തോർത്ത് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വേർപാടിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ പോയി കഴിയുമ്പോൾ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. ആ ഓർമ്മകളിൽ കൂടെ ജീവിക്കുക. അപ്പം അത് ഞാൻ മനസ്സിനെ ഞാൻ തന്നെ പഠിപ്പിച്ചെടുത്തൊരു കാര്യമാണ്. നമുക്ക് ആ ഓർമ്മകൾ, നല്ല നല്ല ഓർമ്മകൾ നമുക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത്. നല്ല നല്ല ഓർമ്മകൾ, നല്ല നല്ല പാട്ടുകൾ, എന്താ പറയണ്ട, ഒരുപാട് നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെ ജീവിതകാലം വരെ എനിക്ക് കേൾക്കാനും എനിക്ക് കാണാനും ഉള്ള ചിത്രങ്ങളും പാട്ടുകളും എല്ലാം വീഡിയോസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിനെ ഞാൻ പോസിറ്റീവായിട്ട് ഇപ്പോൾ കാണുക. കാരണം എനിക്കത് അത്രയും തന്നിട്ടല്ലേ പോയിരിക്കുന്നത്. ഇതൊന്നും പോലും ഒന്ന് കാണാൻ പോലും പറ്റാത്ത, ഇതൊന്ന് ശബ്ദം കേൾക്കാൻ പറ്റാത്ത എത്രയോ ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. പോയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ അതിന് റെക്കോർഡഡ് വോയിസ് ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതല്ല, ചേട്ടൻ്റെ ശബ്ദത്തിലുള്ള പാട്ടുകൾ, ചെയ്തു വെച്ച പാട്ടുകൾ, ഇതൊക്കെ എനിക്ക് എത്രമാത്രം പോസിറ്റീവ് എനർജി എനിക്ക് തരുന്നുണ്ടെന്നുള്ളത് എനിക്കിപ്പം ഞാൻ ഈ ജീവിച്ച ഈ 3-ാമത്തെ വർഷം അടുക്കുകയാണ്. ജൂലൈ 2 ചേട്ടൻ്റെ മരിച്ചിട്ട് 3-ാമത്തെ വർഷമാണ്. ഈ 3-ാമത്തെ വർഷത്തിനകത്ത് ഞാൻ ഓർത്ത് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഞാൻ എന്നെ മുമ്പോട്ട് ജീവിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. ഓർമ്മകൾ തന്നെയാണ്. ഇപ്പോഴും എംജിയുടെ ഓർമ്മകളോടും പ്രണയത്തോടുമൊപ്പം ജീവിക്കുന്ന അവരുടെ നഷ്ടബോധത്തിൻ്റെ ഈണങ്ങളലിയുന്ന അക്ഷരങ്ങൾ ആ പ്രാണനാഥൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇങ്ങനെ കോറിയിടുന്നു. മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നിയൊരു സന്ദർഭത്തിൽ ഞാനൊരു കുറച്ച് വരികൾ കുറിച്ച് വെച്ചു. രാത്രി പെട്ടെന്ന് വല്ലാത്തൊരു സമയത്താണ് ഞാനിത് ഡയറിയിൽ, എനിക്കതിന് പിറ്റേ ദിവസം എൻ്റെ കൈയക്ഷരം നോക്കിയിട്ട് മനസ്സിലായില്ല. പക്ഷെ അതൊരു പാട്ടിൻ്റെ രൂപമായിരുന്നു. അതിനകത്ത് ആ വരികൾ ഞാൻ പിന്നീട് ശരിയായിട്ട് എഴുതിയതിന് ശേഷം ഞാൻ എം ജയചന്ദ്രനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, കുട്ടനെ എനിക്ക് സംഗീതം ചെയ്തു തരണം. എനിക്ക് സംഗീതം ചെയ്തു തന്നു, CD ആക്കി തന്നിട്ടുണ്ട്. അതിനകത്തെ വരികൾ പലപ്പോഴും എൻ്റെ മക്കളുമൊക്കെ പറയുന്ന മനസ്സിന് വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന, അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയാം, അത് സംഭവിച്ചു പോയൊരു കാര്യമാണ്. ആ പാട്ട് ഞാൻ മനഃപൂർവ്വം എഴുതിയൊരു പാട്ടേ അല്ല, അത് സംഭവിച്ചതാണ്. നിന്നെ ഞാൻ കാണുന്നു താരാപഥങ്ങളിൽ, നിൻ പദം കേൾക്കുന്നു പൂമുഖവാതിലിൽ, നിൻ ഗന്ധമറിയുന്നു വിരിയുന്ന പൂക്കളിൽ, നിൻ സ്പർശമറിയുന്നു കാറ്റിൻ തലോടലിൽ. നിന്നെ ഞാൻ കാണുന്നു താരാപഥങ്ങളിൽ, നിൻ പദം കേൾക്കുന്നു പൂമുഖവാതിലിൽ. നക്ഷത്രരാജ്യത്തെ ഗന്ധർവനാം നിന്നെ സ്വരരാഗസുന്ദരിമാർ തഴുകിടുമ്പോൾ, കണ്ണീര് വറ്റിയൊരൻ പീലിത്തടങ്ങളിൽ തഴുകുന്നൊരിളം കാറ്റായി വന്നിരുന്നെങ്കിൽ, കാണാത്ത ലോകത്തെ കാണാക്കിനാവുകൾ കണ്ടുറങ്ങാൻ കഴിഞ്ഞിരുന്നേനെ. വാണി ദേവി തൻ ഓമനയാം നിന്നെ മടിയിലിരുത്തി ഉറക്കിടുമ്പോ, സ്നേഹലാളനങ്ങൾ ഏറ്റ നിൻ ഗാനങ്ങൾ അമൃതവർഷിണിയായി പെയ്തിരുന്നെങ്കിൽ,
പകരാത്ത ഗന്ധത്തിൽ വിരിയുന്ന നിശ്വാസം തരളമാമനുഭൂതി എന്നിൽ ചൊരിഞ്ഞേനെ നൊമ്പരമില്ലാത്ത വേദനയറിയാത്ത സ്വർഗസിംഹാസനത്തിൽ വാണിടുമ്പോൾ ഒരു നേരമെങ്കിലും കാണുവാനാശിക്കും മനസ്സിൻ്റെ വിങ്ങലൊന്നറിഞ്ഞിരുന്നെങ്കിൽ. കേൾക്കാത്ത നാദത്തിൽ നിറയുന്ന മാധുര്യം ഹൃദയതന്തികളെ തൊട്ടുണർത്തിയേ നീ. ആ നാദപ്രവാഹം നിലച്ച് 3 വർഷം പിന്നിടുമ്പോഴും സംഗീതത്തിൻ്റെ ശുദ്ധിയിലും ഭാവത്തിലും ലാളിത്യത്തിലും സ്വയം സമർപ്പിത ജീവിതം നയിച്ച് ഈ സംഗീത പ്രതിഭ ഈണം പകർന്ന ഗാനങ്ങളിലൂടെ ആ ഓർമ്മകൾ നമുക്ക് മുന്നിൽ ഇപ്പോഴും പതിയെ തിരതല്ലുന്നു. സ്നേഹത്തിൻ തന്ത്രികൾ അറ്റുപോയി എൻ വിപഞ്ചിക ഇനിമേൽ പാടുകില്ല. സ്നേഹത്തിൻ തന്ത്രികൾ അറ്റുപോയി എൻ വിപഞ്ചിക ഇനിമേൽ പാടുകില്ല. എൻ വിപഞ്ചിക ഇനിമേൽ പാടുകില്ല. അകലങ്ങളിലേക്ക് നീളുന്ന അനന്തതയുടെ വിഹായസിൽ പുതിയ ഈണങ്ങളുടെ ഇഴകൾ ചേർക്കാൻ ആ മാന്ത്രിക വിരലുകൾ ഇപ്പോഴും താളനിബദ്ധമായിരിക്കുന്നുണ്ടാകാം. അതിൽ നിന്നുയരുന്ന സ്വരങ്ങളുടെ ഈരടികൾ ആ ചുണ്ടുകളിൽ ഇപ്പോഴും പൊഴിയുന്നുണ്ടാകാം. സംഗീതത്തിന് മരണമില്ല, അങ്ങേക്കും.